ഹലോ, സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ലെനോവ 2010യുടെ പവർ കീ കംപ്ലൈൻ്റ് ആണെങ്കിൽ എങ്ങനെ അത് റിപ്പയർ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വോളിയം കീ അപ്പും ഡൗണും വർക്കായിരിക്കണം. പവർ കീയുടെ കണക്ഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പവർ കീയുടെ കണക്ഷൻ മാത്രമേ ചിലത് കംപ്ലൈൻ്റ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ജമ്പർ കൊടുക്കാവുന്നതാണ്. ഹലോ, നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പവർ സ്വിച്ചിൻ്റെ ഈ സ്ട്രിപ്പ് പവർ സ്വിച്ച് വോളിയം അപ്പ് ഡൗൺ ഇതെല്ലാം ഒരു സ്ട്രിപ്പിലാണ് വരുന്നത്. അപ്പം ചിലരുടെ മിക്കവാറും പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ സ്വിച്ചിൻ്റെ അവിടെ ഇവിടെ കിള്ളിപ്പൊളിച്ച് ആകെ നാശമായിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഇതുപോലെ ഒരു സ്വിച്ച് എടുത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലൊരു സ്വിച്ച് 2 കണക്ഷൻ ഇവിടെ ഫിക്സ് ചെയ്തേച്ച് ഈ സ്ട്രിപ്പയിലേക്ക് തന്നെ ജമ്പർ കൊടുത്തേക്കുന്നതാണ് ഇത് കാണുന്നത്. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണെങ്കിൽ ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുമെന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. നമുക്ക് യൂസ് ചെയ്യാം. പുറത്തേക്ക് എൻ്റെ ഇത് തള്ളി നിൽക്കും. നമുക്കിങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ സ്ട്രിപ്പറിലേക്കാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് റിക്കമെൻഡ് ചെയ്യുന്നത് ഈ ചെറിയ ഓൺ ഓഫ് സ്വിച്ചിൻ്റെയൊക്കെ സ്ട്രിപ്പായിട്ട് വരുന്ന ഓൺ ഓഫ് സ്വിച്ചിൻ്റെ കണക്ഷൻ മാത്രം സ്ട്രിപ്പായിട്ട് വരുന്നതില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്വിച്ചുകൾ ഇത് കണക്കുള്ള ഇതകത്തുനിന്ന് അഴിച്ചെടുത്തേച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുഷ് ഉള്ളതാണെന്ന രീതിയിൽ അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. എന്നിട്ട് അതിന് 2 ലെഗുകൾ കാണും. ആകെ 2 ലെഗുകളേ ഉണ്ടാവുള്ളൂ. ഒരെണ്ണം ഈ എർത്തിലേക്ക് സോൾഡർ ചെയ്യുക, ഈ ഗോൾഡൻ കളറിലേക്ക് സോൾഡർ ചെയ്യുക. ഒരെണ്ണം നിങ്ങൾ നേരെ ഈ കണക്ടറിൻ്റെ മുകളിൽ 3 റെസിസ്റ്റർ ഇങ്ങനെ മേലെ ഇരിപ്പുണ്ട്. ഒരെണ്ണത്തിൻ്റെ മേളിൽ ഒരെണ്ണത്തിൻ്റെ മേളിൽ ഒരെണ്ണം, അങ്ങനെയാണ്. അതിൽ ഏറ്റവും മേളിലിരിക്കുന്ന റെസിസ്റ്റർ സിംട്രയുടെ നേരെ അടിയിൽ റെസിസ്റ്ററിൻ്റെ ഈ സൈഡിലേക്ക് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡല്ല, ഈ അങ്ങേ സൈഡിലേക്ക് കൊടുക്കുക. ഒരു സൈഡ് എർത്ത് ചെയ്യുക, ഒരു ലെഗ് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. അതാണ് ഞാൻ റിക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ കണക്ഷൻസ് എല്ലാം പറഞ്ഞേക്കാം. ഇപ്പോൾ ഈ ബോർഡിന് ഇവിടെ ഒരു 3 ഡോട്ട് ഉണ്ടാകും. ഈ 3 ഡോട്ടിലേക്കാണ് ഈ കണക്ഷൻ വന്ന് കയറുന്നത്. മൊത്തം 6 ലെഗുണ്ട്. 3 ലെഗ് ഇതിലുപയോഗമാണ്. അതിൻ്റെ സർക്യൂട്ടാണ് ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെ ലെഗ് എങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഒരു കണക്ഷൻ മാത്രം പവർ ഐസിയുടെ അങ്ങോട്ട് പോകുന്നുണ്ട്. പവർ ഐസിയുടെ ഇപ്പുറത്തെ സൈഡിൽ മേളിൽ 1 2 3 കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. കപ്പാസിറ്ററിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു റെസിസ്റ്റർ ഇരിപ്പുണ്ട്. ആ റെസിസ്റ്ററിലേക്കാണ് ഒരു കണക്ഷൻ പോകുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ജമ്പർ സൊല്യൂഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺ ഓഫ് കീ പവർ കീ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നൊരു ഏറ്റവും സിമ്പിൾ സൊല്യൂഷൻ, ഏറ്റവും എളുപ്പമുള്ള സൊല്യൂഷൻ, ഒരു സ്ട്രിപ്പ് ഓൺ ഓഫ് സ്വിച്ച് മാത്രമുള്ള ഒരു സ്ട്രിപ്പ് ഏതെങ്കിലും ഫോണിൽ നിന്ന് ഇളക്കിയെടുത്തേച്ച് അതിവിടെ ഫിക്സ് ചെയ്യുക. 2 വയർ അകത്തുനിന്ന് ജമ്പർ അടിക്കുക. ഒരെണ്ണം എർത്തിലേക്ക് കൊടുക്കുക. ഒരെണ്ണം ഇവിടുന്ന് ഈ സിംട്രയുടെ അടിയിൽ ഒരു മുകളിലൊരു റെസിസ്റ്റർ ഇരിപ്പുണ്ട്. ആ റെസിസ്റ്ററിലേക്ക് കൊടുക്കുക. അതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള മാർഗം. അപ്പോൾ അതിനൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വോളിയം സ്വിച്ചൊക്കെ വർക്ക് ചെയ്യുന്നതായിരിക്കണം. വോളിയം സ്വിച്ച് വർക്ക് ചെയ്യുന്നതല്ലെന്നൊരിൽ പിന്നെ വോളിയം സ്വിച്ചിന് വേറെ കണക്ഷൻ കൊടുക്കേണ്ടി വരും. പവർ സ്വിച്ച് മാത്രമേ പ്രോബ്ലം ഉള്ളെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് റിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.